ऑटो में घुस रहे हो, पिंच कर दिया। रेलवे स्टेशन में मम्मी को छोड़ के वापस डैड के साथ चल रही थी, किसी ने जाके चेस्ट में मार के चले गए। It's not even like touching. It teach me how to walk on the streets. She would be like, "All don't video shop party. Look at men's hands." റീസെൻ്റ്ലി ഐ വാച്ച് ദിസ് ഇൻ്റർവ്യൂ ഓഫ് പാർവതി തിരുവോത്ത്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ പെൺപിള്ളേർക്ക് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, എസ്പെഷ്യലി ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടായ ചില ഞരമ്പന്മാരിൽ നിന്ന് ഉണ്ടായ ചില മോശം അനുഭവങ്ങളാണ് അവരതിൽ പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ ഗോത്രൂ ചെയ്യാത്ത പെൺപിള്ളേർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഒരു ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കോളേജ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ലോ കോളേജിൽ ഞാൻ പഠിച്ചത്. എൻ്റെ നാട് ഇരിഞ്ഞാലക്കുടിയായിരുന്നു. അപ്പോൾ 2015-20 ആ ടൈമിലായിരുന്നു ഞാൻ ഈ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. കോളേജ് ടു വീട്, ആ ഒരു യാത്ര നടത്തിയിരുന്ന സമയത്തായിരുന്നു എനിക്ക് ഏറ്റവും അധികം ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ കയ്യിൽ അത്യാവശ്യം ആയുധങ്ങളുണ്ടായിരുന്നു, പിന്ന്, കോമ്പസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ പിടിച്ച് മാന്തിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കുത്തുമായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ വണ്ടിയിലെ കണ്ടക്ടറായിട്ട് സംസാരിച്ച് അങ്ങനെ അത്യാവശ്യം ഞാൻ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ അക്കൗണ്ടാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആക്ച്വലി നിങ്ങളെ തന്നെ കൊല്ലാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങളൊരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ റെസ്പോൺസിബിളായിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പോലീസിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ ഇങ്ങനെ സിറ്റുവേഷനായി ബസ്സിലാണെങ്കിൽ അപ്പം തന്നെ കണ്ടക്ടറിനോട് സംസാരിച്ച് അതിനുശേഷം വണ്ടി പോലീസ് സ്റ്റേഷനിൽ വിട്ട് പോലീസിന് ഈ വീഡിയോ കൊടുക്കുക. ഇതാണ് ആസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ നിങ്ങൾ ചെയ്യേണ്ടിരുന്നത്. അതല്ലാതെ അത് ആദ്യമേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിൽ നിന്ന് അതൊരു വലിയൊരു മണ്ടത്തരമായിട്ട് അങ്ങനെ ചെയ്യരുത് ശരിക്കും പറയുന്നത്. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതിൽ നിന്ന് ഇനിയുള്ളവർക്കാണ് ഇത് ആക്ച്വലി ഒരു പണിയായിട്ട് വന്നേക്കണേ. കുറേ പേര് ഇനി ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ ഇനിയും കുറേ പേര് ഗോ ത്രൂ ചെയ്യും. അതെന്താ, ഇതൊന്നും നിൽക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. പക്ഷെ അവരൊക്കെ മടിക്കും ഇതൊക്കെ തുറന്ന് പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജഡ്ജ് ചെയ്യോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോയി ആൺകുട്ടിയായിട്ടോ പെൺകുട്ടിയായിട്ടോ, കാരണം ഇത് പെൺപിള്ളേർ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ആൺപിള്ളേരുടെ അടുത്തും ഇമാതിരി പരിപാടികളൊക്കെ ഇറക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇനി തൊട്ടെങ്കിലും റെസ്പോൺസിബിളായിട്ട് ചിന്തിച്ച് ആ വീഡിയോ ആദ്യമേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാണ്ട് പോലീസിന് കൊടുക്കുക, അധികാരികൾക്ക് കൊടുക്കുക. അവർക്ക് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്രയേ ഉള്ളൂ. സോ ഇറ്റ്സ് എ റിക്വസ്റ്റ്, ഇനിയെങ്കിലും ആൾക്കാർ റെസ്പോൺസിബിളായിട്ട് പെരുമാറുക. കാരണം ഈ ഒരു മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിളായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്.